നമസ്കാരം. ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ നമ്മളാക്കി തീർത്ത, ഒരു കാലത്ത് നമുക്കെല്ലാമായിരുന്ന നമ്മുടെ മൺമറഞ്ഞു പോയ പൂർവികന്മാർ, നമ്മുടെ പിതൃക്കന്മാർ, നമ്മളെ കാണാനും അനുഗ്രഹിക്കാനുമായി എത്തുന്ന മറ്റൊരു കർക്കിടക വാവ് കൂടി ഇങ്ങെത്തിയിരിക്കുകയാണ്. നാളെ കർക്കിടക വാവാണ്. അതായത് കൃത്യം ആഗസ്റ്റ് 12 ബുധനാഴ്ച. നാളത്തെ ദിവസം ഞാൻ ഈ പറയുന്ന സമയത്ത് എല്ലാവരും വീട്ടിൽ നിലവിളക്ക് കത്തിക്കണേ. നമ്മുടെ പിതൃക്കന്മാരുടെ സാന്നിധ്യം ഈ ഭൂമിയിലുള്ള സമയമാണ്. നമ്മുടെ വീട്ടിൽ പിതൃക്കന്മാർ വരുന്ന സമയമാണ് ഈ ഒരു മുഹൂർത്തം. ഈ പിതൃമുഹൂർത്തത്തിൽ ഏത് വീട്ടിലാണോ വിളക്ക് വെച്ച് പിതൃക്കന്മാരെ സ്മരിക്കുന്നത്, നാരായണമൂർത്തിയെ പ്രാർത്ഥിക്കുന്നത്, ആ വീടിന് പിതൃക്കളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും. അതിൻ്റെ ഉയർച്ചയും ഐശ്വര്യവും വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഏറ്റവും കൃത്യമായ പിതൃമുഹൂർത്തം, വീട്ടിൽ വിളക്ക് വെക്കേണ്ട സമയം, അതുപോലെ തന്നെ ബലിയിടാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് കൃത്യമായിട്ട് പറയുന്നത്. എല്ലാവരും നാളെ ഈ സമയത്ത് വിളക്ക് കത്തിക്കണം. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, സർവം ഗംഭീരമായി കിട്ടും. ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ, നാളെ ബലിയിടാൻ പോകുന്നവർ വീട്ടിൽ നിലവിളക്ക് കത്തിച്ചിട്ട് ബലിയിടാൻ പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ നിലവിളക്ക് കത്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി വീട്ടിൽ നിലവിളക്ക് കത്തിക്കണം കേട്ടോ. എല്ലാവരും പോവുകയാണെങ്കിൽ ഒരു 5 മിനിറ്റെങ്കിലും, പോകുന്നതിന് മുമ്പായിട്ട്, ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു 5 മിനിറ്റെങ്കിലും നിലവിളക്ക് കത്തിച്ച് വെച്ചിട്ട് പോവുക എന്നുള്ളതാണ്. മുഹൂർത്തം ഞാൻ പറഞ്ഞു തരാം. രാവിലെ എഴുന്നേറ്റ് ഈ മുഹൂർത്തത്തിൽ കത്തിക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. ഇനി രാവിലെ തീരെയും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സന്ധ്യാമുഹൂർത്തവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. രാവിലെ 4:40 മുതൽ 5:55 വരെയുള്ള ആ ഒരു പ്രഭാത സമയമുണ്ടല്ലോ, ബ്രാഹ്മമുഹൂർത്തവും പ്രഭാതവും ചേർന്ന് വരുന്ന ആ ഒരു മുഹൂർത്ത സമയം, 4:40 മുതൽ 5:55 വരെയുള്ള സമയം, ആ സമയമാണ് പിതൃപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ, വീട്ടിൽ നിലവിളക്ക് തെളിയിക്കാൻ ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ആ സമയത്ത് ബലിയിടാൻ പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊരാളായാലും അത് വിളക്ക് കത്തിക്കുക. വീട് ഇരുണ്ട് കിടക്കരുത്. രാവിലെ പിതൃമുഹൂർത്തത്തിൽ വീട്ടിൽ വിളക്ക് വെച്ച് തൊഴുന്നതിനേക്കാൾ വലിയൊരു ഐശ്വര്യം കർക്കിടകവാവ് ദിവസം വേറെ കിട്ടാനില്ല എന്നുള്ളതാണ്. പലരുടെ ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലിയിടാനായിട്ട് കുളിക്കാതെ വേണം പോകാൻ, അവിടെ പോയി വേണം കുളിക്കണം എന്നുള്ളതാണ്. ഇത് പൂർണ്ണമായിട്ടും തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ആളുകൾ ബലിയിടാൻ പോകുന്ന ദിവസം രാവിലെ എഴുന്നേറ്റ് ആ ഉറക്കവാക്കിന് അങ്ങനെ പോകുന്നതായിട്ട് കാണാറുണ്ട്. ഒരു കാരണവശാലും അത് ചെയ്യരുത്. രാവിലെ കുളിച്ച് ശുദ്ധിയോടുകൂടി വേണം ബലിയിടാൻ പോകാൻ എന്ന് പറയുന്നത്. അത് അച്ചിട്ടായിട്ടുള്ള കാര്യമാണ്. പക്ഷേ കുളിക്കുന്ന സമയത്ത് എണ്ണ വെച്ച് കുളിക്കരുതെന്ന് മാത്രം. അത് ബലിയിടുന്ന ആ ബുധനാഴ്ച ദിവസം മാത്രമല്ല, തലേ ദിവസമായ ഇന്നുകൂടി അത്തരത്തിൽ ബലിയിടാൻ പോകുന്നവർ എണ്ണ വെച്ച് കുളിക്കരുത് എന്നുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും രാവിലെ 4:40 5:55 ഇടയിൽ ആ ഒരു പിതൃമുഹൂർത്തത്തിൽ വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക. 1 തിരിയിട്ടോ 5 തിരിയിട്ടോ നിങ്ങളുടെ സൗകര്യാർത്ഥം വിളക്ക് തെളിയിക്കുക. അതിനുശേഷം ബലിയിടാൻ പോവുക. അല്ല, നിങ്ങൾക്ക് ബലിയിടാൻ പോകണമെന്നുണ്ടെങ്കിൽ മറ്റൊരാൾ, വീട്ടിൽ നിൽക്കുന്ന ഒരാൾ അത് ചെയ്യുക. ഇനി തീരെ നിവൃത്തിയില്ല, രാവിലെ പറ്റുന്നില്ല തിരുമേനി, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം സന്ധ്യാമുഹൂർത്തവും ഞാൻ നിങ്ങൾക്ക് പോകുമ്പം പറഞ്ഞു തരാം, വീഡിയോയിൽ പറഞ്ഞു തരാം. ആ സന്ധ്യാമുഹൂർത്തത്തിലെങ്കിലും വിളക്ക് വെച്ച് പിതൃക്കന്മാരെ സ്മരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ബലിയിടാൻ പോകുന്നവർ വെറും വയറോടുകൂടി വേണം കേട്ടോ ബലിയിടാൻ പോകാനായിട്ട്. യാതൊരു കാരണവശാലും ആഹാരം കഴിച്ചിട്ട് ആവരുത് രാവിലെ ബലിയിടാൻ പോകുന്നത്. ബലിയിടാൻ പോകുന്നവർ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി വിളക്ക് വറ്റിച്ചാൽ വിളക്ക് വറ്റിച്ച് തൊഴുത് ഐശ്വര്യമായിട്ട് പോയി ബലിയിടുക. യാതൊരു കാരണവശാലും ആഹാരം കഴിച്ച്, അല്ലെങ്കിൽ വയറു നിറയെ കഴിച്ച്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം പോയി ബലിയിടാൻ നിൽക്കരുത്. അത് ദോഷമായിട്ടുള്ള കാര്യമാണ്. വെറും വയറ്റിൽ വേണം ബലിയിടാൻ പോകാനായിട്ടെന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ അസുഖ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുക. സാധാരണ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണിത് പറഞ്ഞത്. വെറും വയറ്റിൽ വേണം ബലിയിടാൻ പോകാൻ എന്ന് പറയുന്നത്. രാവിലെ വീട്ടിൽ വിളക്ക് കത്തിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന
4 ദേവീ ദേവന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ 4 ദേവന്മാരെ പ്രാർത്ഥിച്ചെങ്കിലേ നിങ്ങളുടെ ആ ഒരു ബലിയിടലും ഈ ഒരു പിതൃതർപ്പണവും ബലിയിടലും എല്ലാം അതിൻ്റെ പൂർണ്ണപ്രാപ്തിയിലെത്തുകയുള്ളൂ എന്നുള്ളതാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് വിളക്ക് കത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ വിളക്കിൻ്റെ മുന്നിൽ നിന്ന്, ഇനി വിളക്ക് കത്തിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ രാവിലെ തുളസിത്തറയുടെ മുമ്പിൽ നിന്ന് ഐശ്വര്യമായിട്ട് ഈ 4 പേരെ പ്രാർത്ഥിച്ചിട്ട് വേണം എല്ലാവരും ബലിയിടാൻ പോകാനായിട്ടെന്ന് പറയുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബദേവത ആരാണോ ആ കുടുംബദേവതയെ പ്രാർത്ഥിച്ചിട്ട് വേണം പോകാനായിട്ട്. നിങ്ങളുടെ കുടുംബദേവതയുടെ പേര് പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ച്, ഇനി കുടുംബദേവതയെ അറിഞ്ഞൂടാന്നുണ്ടെങ്കിൽ ഭദ്രകാളി അമ്മ ലോകമാതാവാണ്, ഭദ്രകാളിയെ കുടുംബദേവതയായി സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങളുടെ പിതൃക്കന്മാരെ, മൺമറഞ്ഞു പോയ പിതൃക്കന്മാരെ എല്ലാം ഒന്ന് മനസ്സിൽ, പേരൊന്നും പറയണ്ട, മനസ്സിലൊന്ന് ആ മുഖം അല്ലെങ്കിൽ ആ നിങ്ങൾക്കറിയാവുന്ന പിതൃക്കന്മാരുടെ ആ തിരുരൂപം ഒന്ന് മനസ്സിൽ സ്മരിച്ച് ഒന്ന് അവരെ ഓർത്തുകൊണ്ട്, നല്ലതായിട്ടൊന്ന് ഓർത്തുകൊണ്ട് ഒന്ന് മനസ്സിൽ സ്മരിച്ച് പിതൃക്കന്മാരുടെ അനുഗ്രഹം വേണം എന്നൊന്ന് പറഞ്ഞ് ഒന്ന് മനസ്സിലൊന്ന് പ്രാർത്ഥിക്കുക. മൂന്നാമത്തേത് എന്ന് പറയുന്നത് സാക്ഷാൽ നാരായണമൂർത്തിയെ പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് നാരായണമൂർത്തിയെ പ്രാർത്ഥിക്കേണ്ടത്? ഓം നമോ നാരായണായ എന്ന് നാരായണമൂർത്തിയെ പ്രാർത്ഥിക്കുക. നാലാമത്തേതെന്ന് പറയുന്നത് സർവശക്തൻ പരമേശ്വരനെ പ്രാർത്ഥിക്കുക. എങ്ങനെയാണ് ഭഗവാനെ പ്രാർത്ഥിക്കേണ്ടത്? ഓം നമഃശിവായ എന്ന് ചൊല്ലി പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണായ മന്ത്രവും ഓം നമഃശിവായ മന്ത്രവും 3 തവണ ചൊല്ലി പ്രാർത്ഥിക്കുക. അപ്പം 4 പേരെ, കുടുംബദേവതയെ, നിങ്ങളുടെ പിതൃക്കന്മാരെ, നാരായണമൂർത്തിയെ, ഭഗവാൻ മഹാദേവനെ, 4 പേരെയും പ്രാർത്ഥിച്ചിട്ട് വേണം വീട്ടിൽ നിന്ന് ബലിയിടാൻ പോകാനായിട്ട് ഇറങ്ങാനെന്ന് പറയുന്നത്. അതിപ്പോൾ രാവിലെ വിളക്ക് കത്തിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ മുഹൂർത്തത്തിൽ വിളക്ക് കത്തിച്ച് തൊഴുന്നവരാണ് എന്നുണ്ടെങ്കിൽ കത്തിച്ച വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് തൊഴുതാൽ മതി. ഇനി വിളക്ക് വറ്റിക്കാത്തവരാണ് എന്നുണ്ടെങ്കിൽ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുമ്പം വാതിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ആ തുളസിത്തറയുടെ മുമ്പിൽ നിന്ന്, വീടിന് മുന്നിൽ തുളസി ചുവടുള്ളവരാണെങ്കിൽ തുളസി ചുവടിന് മുന്നിൽ നിന്നുകൊണ്ട് ഇതൊന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം എല്ലാവരും വീട്ടിൽ നിന്ന് ബലിയിടാൻ പോകാൻ. എങ്കിലേ ആ ബലിതർപ്പണം അതിൻ്റെ പൂർണ്ണതയിലെത്തൂ എന്നുള്ളതാണ്. ഇതാണ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും നിറവയർ ആഹാരം കഴിക്കരുത് കേട്ടോ. തലേ ദിവസം രാത്രിയിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് തലേന്ന് ഒരിക്കലെടുക്കുക എന്ന് പറയും. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാം. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ലഘുവായിട്ട് മാത്രം എന്തെങ്കിലും ജലമോ ലഘുവായിട്ടുള്ള പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും കഴിച്ച് മാത്രം, അമിത ആഹാരം, മത്സ്യമാംസാദികൾ, ലഹരി പദാർത്ഥങ്ങൾ ഇതെല്ലാം 24 മണിക്കൂർ മുന്നേ, അതായത് തലേ ദിവസം രാവിലെ തന്നെ എല്ലാം ഒഴിവാക്കി പൂർണ്ണമായിട്ടും ഒരു വ്രതചര്യയെന്നോണം മനസ്സിനെയും ശരീരത്തിനെയും പാകപ്പെടുത്തി വേണം നിങ്ങളെല്ലാവരും ബലിയിടാൻ പോകാനെന്ന് പറയുന്നത്. ആരും മത്സ്യമാംസാദികളും മറ്റ് ലഹരി വസ്തുക്കളും മറ്റ് ലൗകിക കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെട്ടിട്ട് ഒരു കാരണവശാലും പിറ്റേന്ന് രാവിലെ ബലിയിടാൻ പോകരുത്. അറിഞ്ഞിരുന്നുകൊണ്ട് ദോഷം വിളിച്ചു വരുത്തരുത് എന്നുള്ളതാണ്. രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ട് വേണം പോകാനായിട്ട്. തെറ്റിദ്ധാരണ ഒരിക്കലും ആവരുത്. കുളിക്കാതല്ല പോകേണ്ടത്, അവിടെ പോയല്ല കുളിക്കേണ്ടത്, കുളിച്ചിട്ട് വേണം പോകാൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ വൈകുന്നേരം വിളക്ക് മുടക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉചിതം. കർക്കിടകവാവ് ദിവസമായിട്ടുള്ള തിരുസന്ധ്യാ നേരത്ത്, നാളത്തെ ദിവസം സന്ധ്യയ്ക്ക് ഞാൻ ഈ പറയുന്ന മുഹൂർത്തം ഒന്ന് കുറിച്ച് വെച്ചോളൂ. എൻ്റെ പൂജ നടക്കുന്ന സമയം കൂടാണ്. 6:14 മുതൽ 6:44 വരെ, ഏകദേശം 30 മിനിറ്റ് സമയമുണ്ട്. 6:14 മുതൽ 6:44 വരെയുള്ള സമയം വീട്ടിൽ നിലവിളക്ക് കത്തിക്കാനായിട്ട് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയമാണ്. ആ ഒരു സമയത്ത് വീട്ടിൽ നിലവിളക്ക് തെളിയിച്ച് സന്ധ്യയ്ക്ക് തൊഴുന്നതും ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. അപ്പം രാവിലെ ഇനി അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ ദൂരെയൊക്കെ ബലിയിടാൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ വൈകുന്നേരം സന്ധ്യയ്ക്ക് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ കുടുംബദേവതയെ, അതുപോലെ തന്നെ നമ്മളുടെ പിതൃക്കന്മാരെ, അതുപോലെ തന്നെ ഭഗവാൻ മഹാദേവനെയും നാരായണനെയും പ്രാർത്ഥിക്കുക, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്നവർ ആരാണോ, വീട്ടിൽ വിളക്ക് കത്തിക്കുന്നവർ അവരെല്ലാവരും നാളത്തെ ദിവസം വിളക്ക് കത്തിക്കുമ്പം ഈ ഒരു മന്ത്രം ചൊല്ലി പ്രാർത്ഥിക്കണം കേട്ടോ. ഏറ്റവും വിശേഷ മന്ത്രമാണ്. നിങ്ങൾക്ക് പിതൃപ്രീതി ഉണ്ടാകും, നാരായണ പ്രീതി ഉണ്ടാകും, കുലദൈവത പ്രീതി ഉണ്ടാകും, സർവ്വ ഐശ്വര്യം വരും. അതായത് നാളത്തെ ദിവസം വിളക്ക് കത്തിക്കുമ്പം ഓം ജാമജ്ഞായ വിദ്മഹേ മഹാവീരായ ധീമഹി തന്നോ പരശുരാമ പ്രചോദയാത്. എങ്ങനെയാണ്? ഓം ജാമജ്ഞായ വിദ്മഹേ മഹാവീരായ ധീമഹി തന്നോ പരശുരാമ പ്രചോദയ എന്ന ഈ മന്ത്രം
എല്ലാവരും ഇത് എഴുതിയെടുക്കുകയോ കുറിച്ച് വെക്കുകയോ അല്ലെങ്കിൽ നിങ്ങളത് ഫോട്ടോ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുക വെച്ചിട്ട് കൃത്യമായിട്ട് വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഈ മന്ത്രം ഒരു തവണ ചൊല്ലി നിങ്ങളുടെ പിതൃക്കന്മാരെയും ഈശ്വരന്മാരെയും എല്ലാവരെയും ഒന്ന് നിങ്ങളുടെ ഇഷ്ടദേവനെയും ദേവിയെയും എല്ലാം പ്രാർത്ഥിച്ചോളൂ. സർവ്വ ഐശ്വര്യമായിരിക്കും ഫലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാളത്തെ ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വിളക്ക് വെക്കുന്ന സമയത്ത് പിതൃക്കളെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കുമ്പിള് പാത്രം എടുത്താൽ മതി. അതിൽ പാലും പഴവും വിളക്കിന് മുന്നിൽ സമർപ്പിച്ച് പിതൃക്കളെ സ്മരിച്ചുകൊണ്ട് നേദിക്കാവുന്നതാണ്. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സോ ഒരു കുമ്പിള് പാത്രമോ എടുക്കുക. പച്ച പാലുണ്ടാവുമല്ലോ, പാലങ്ങനെ എടുക്കുക. തിളപ്പിക്കാതെ പച്ച പാലായിട്ട് എടുക്കുക. പശുവും പാലാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കെങ്കേമം. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു പഴം എടുത്ത് പഴം നുറുക്കി അതിലിട്ട് ആ പാലും പഴവും ആ നിലവിളക്ക് കത്തിച്ചതിന് മുന്നിൽ സമർപ്പിച്ച് നിലവിളക്ക് തൊഴുക. ശേഷം ഒരു 10 മിനിറ്റിന് ശേഷം അല്ലെ വിളക്ക് അണയ്ക്കുന്ന നേരം ആവുമ്പോഴോ വെള്ളം തളിച്ച് ആ പാലും പഴവും എടുക്കാവുന്നതാണ്. ഇത് പിതൃക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നേദിക്കാം. അതിനുശേഷം നിങ്ങൾക്കത് സേവിക്കുന്നതിലോ കഴിക്കുന്നതിലോ ഒന്നും തെറ്റൊന്നുമില്ല. കളയൊന്നും വേണ്ട, അത് നിങ്ങൾക്ക് സേവിക്കാം. യാതൊരുവിധ ദോഷവുമില്ല എന്നുള്ളതാണ്. അതുപോലെ നാളത്തെ ദിവസം എല്ലാവരും വാവുബലിയൊക്കെ ഇട്ടെല്ലാം വന്നു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് വീട്ടിൽ ഊണ് തയ്യാറാക്കി അല്ലെ ഊണൊരുക്കി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കാര്യം മറക്കരുത്. ഒന്നെന്ന് പറയുന്നത് പിതൃക്കൾക്ക് വെച്ചു കൊടുക്കാൻ മറക്കരുത്. നിങ്ങളെല്ലാവരും ഉണ്ണുന്നതിൻ്റെ കൂടെ ഒരു ഇലയിട്ട് അല്ലെ ഒരു പാത്രത്തിൽ വിളമ്പി ഒരു വീതം പിതൃക്കളെ എല്ലാം ഒന്ന് സ്മരിച്ചുകൊണ്ട്, നമുക്കൊരു പിതൃക്കളായിരിക്കത്തില്ല, ഒരുപാട് മൺമറഞ്ഞു പോയ പിതൃക്കന്മാർ 7 തലമുറയിൽപ്പെട്ട പിതൃക്കന്മാരുണ്ട്. അവരെല്ലാം ഒന്ന് സ്മരിച്ചുകൊണ്ട് ആ ഭക്ഷണപാത്രം അല്ലെങ്കിൽ ആ ഇല പിതൃക്കൾക്ക് വേണ്ടി സമർപ്പിച്ച് അതൊന്ന് വെള്ളം തളിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പം അതിനുശേഷം ആ സമർപ്പിച്ച ഇലയും കാര്യവും കാക്കയ്ക്ക് കൊടുക്കാവുന്നതാണ് കഴിക്കാനായിട്ട്. നിങ്ങളുടെ വീടിൻ്റെ തെക്കേപ്പുറത്ത് എവിടെങ്കിലും ഒരു ഭാഗത്തായിട്ട് കാക്കയ്ക്ക് വേണ്ടിയിട്ട് ആ ഇല വയ്ക്കാം. കാക്ക അത് വന്ന് കഴിക്കുക, സ്വീകരിക്കുക, കിളികൾ അത് വന്ന് കഴിക്കുക, സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കോടി പുണ്യം കിട്ടുന്ന കാര്യമാണ്. എല്ലാവരും കാക്കയ്ക്ക് വേണ്ടി ഇക്കാര്യം അത്തരത്തിൽ സമർപ്പിച്ച് കഴിഞ്ഞ് ചെയ്യണം. അതിനു വേണ്ടി ചോറിട്ട് കാക്കയ്ക്ക് കൊടുക്കണമെന്നൊന്നുമില്ല. ഇത്തരത്തിൽ നിങ്ങൾ പിതൃക്കൾക്ക് വേണ്ടി വെച്ചു കൊടുത്ത് ആ ചോറ് നിങ്ങൾക്ക് കാക്കയ്ക്കും കൊടുക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. ആരും വിട്ടുകളയരുത് എന്നുള്ളതാണ്. വിട്ടുകളയരുത്, നിർബന്ധമായിട്ടും ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ പറ്റുമെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രം നിങ്ങളുടെ വീട്ടിനടുത്താണ് എന്നുണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ പോയി തൊഴണം കേട്ടോ. നാളത്തെ ദിവസം ഈ ഒരു ദിവസം ബലിയിട്ടൊക്കെ കഴിഞ്ഞ് വന്ന സമയമുണ്ട് അല്ലെ, ബലിയിടുന്ന ക്ഷേത്രം തന്നെയാണ് കുടുംബക്ഷേത്രം എന്നൊക്കെ ഉണ്ടെങ്കിൽ ആ കുടുംബക്ഷേത്രത്തിൽ കയറി നിർബന്ധമായിട്ടും തൊഴണം എന്നുള്ളതാണ്. കുടുംബക്ഷേത്ര ദർശനത്തിന് ഇതിനേക്കാൾ കർക്കിടക വാവിനേക്കാൾ നല്ല ഒരു ദിവസം വേറെ ഇല്ല എന്നുള്ളതാണ്. നമ്മളുടെ പിതൃക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ പിതൃപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കുലദേവതയെ പൂജിക്കുന്നതാണ്. കുലദേവത അല്ലെങ്കിൽ കുടുംബദേവതയെ പൂജിക്കുന്നത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള കാര്യം. ഒന്നുമില്ലെങ്കിലും ഒരു നാണയം തലയ്ക്കൊഴിഞ്ഞ് കാണിക്കയായി സമർപ്പിച്ച് നിങ്ങളുടെ ആ കുടുംബദേവനെ അല്ലെങ്കിൽ ദേവതയെ തൊഴുക. അതിൻ്റെ ഐശ്വര്യം 100 മടങ്ങായിട്ട് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ലഭിക്കുന്ന ഒരു ദിവസം കൂടാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പം വിട്ടുകളയരുത്. എല്ലാവരും നാളത്തെ ദിവസം കർക്കിടക വാവ് ദിവസം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ മുഹൂർത്തം ഞാൻ പറഞ്ഞു തന്നു. രാവിലെ 4:40-നും 5:55-നും ഏതാണ്ട് 6 മണിക്ക് മുമ്പ് 4:40 മുതൽ ഒരു 5:30 മണിക്കൊക്കെ കത്തിക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും ഗംഭീരമായിരിക്കും. നല്ല മുഹൂർത്ത സമയമാണ്, പിതൃക്കളുടെ സാന്നിധ്യമുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും അത് ചെയ്യുക. എണ്ണ തേച്ച് കുളിക്കാൻ നിൽക്കരുത്. സാധാരണ കുളിച്ച് ശുദ്ധിയായി അങ്ങ് പോവുക. എണ്ണ വെച്ച് ഇന്നും നാളെയും, അതായത് വാവിൻ്റെ തലേ ദിവസവും വാവിൻ്റെ ദിവസവും എണ്ണ വെച്ച് കുളി ഒഴിവാക്കുക. അതുപോലെ തന്നെ മറ്റ് വ്രത മലിനമാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതെയും ഇരിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് അധ്യായം അവസാനിപ്പിക്കുന്നു. എന്തെങ്കിലും ചോദ്യങ്ങൾ, സംശയങ്ങൾ, മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ചോദിക്കാം. മറുപടി പറയുന്നതാണ്. ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.